ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാഷ് സെയിൽസിനെ കുറിച്ചാണ്. ക്യാഷ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരിക? ഒരു ക്യാഷ് സെയിൽസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് 2 അക്കൗണ്ടിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന് ക്യാഷാണ്, രണ്ടാമത്തത് സെയിൽസാണ്. ക്യാഷ് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. ഒരു സെയിൽ നടക്കുമ്പോൾ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ്. ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ അസറ്റ് കൂടിയാലും ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൂടുകയാണ്, അപ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. പിന്നെ സെയിൽസാണ് രണ്ടാമത്തെ. സെയിൽസ് എന്താണ്? ഒരു ഇൻകമാണ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡൻ റൂൾസ് വെച്ചാണെങ്കിലും നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്താൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്.